എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ഫിലിപ്പിയർ 2:10-11. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ 17-18 വാക്യങ്ങളാണ്. ഞാൻ മരിച്ചവനായിരുന്നു എന്ന് കർത്താവ് വെളിപ്പാട് സഭകളോട് വെളിപ്പെടുത്തുന്നത്. അതിൻ്റെ പശ്ചാത്തലം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം എടുത്തു പറയുന്നത് എന്നതിനെക്കുറിച്ചായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ വിശേഷിപ്പിക്കുന്നു, അവസാനത്തെ ശത്രുവായ മരണത്തെയും പരാജയപ്പെടുത്തി തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുകയായിരുന്നു കർത്താവ്. ഉത്തമ ക്രിസ്തീയ വിശ്വാസിക്ക് മരണത്തെ ഭയമില്ല. പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ചോദിക്കുന്നു, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? തുടർന്ന് കൂട്ടിച്ചേർക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ എന്നുള്ളത് അധികാരത്തിൻ്റെ ചിഹ്നമാണ്. പാതാളം എന്നുള്ളത് മരിച്ചവരുടെ അധിവാസ കേന്ദ്രം. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ അധികാരം സ്വർഗത്തിലും ഭൂമിയിലും മാത്രമല്ല, പാതാളത്തിലേക്കും കടന്ന് എത്തുന്നു. നമ്മൾ വായിച്ച ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ സകല മുഴങ്കാലും മടങ്ങും. അത് അധോലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാൽ. ഇപ്പോൾ സകലത്തിന്മേലും അധികാരവും കർത്തൃത്വവുമുള്ളവനായ യേശുവിനെയാണ് യോഹന്നാൻ അവതരിപ്പിച്ചത്. യേശുവിനെക്കുറിച്ചുള്ള ഈ ദർശനം ഇന്നത്തെ നമുക്ക് ഏറ്റവും ആവശ്യമാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇന്ന് പലതരത്തിലുള്ള ഭയാശങ്കകൾക്ക് അടിമപ്പെട്ടവരാണ്. പലവിധ ഫോബിയകൾക്ക് വിധേയരായ നമുക്ക് സർവശക്തനും സകലത്തിൻ്റെ മേലും അധികാരവും നിയന്ത്രണവുമുള്ളവനായ കർത്താവിൻ്റെ രൂപം നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും പതിയണം. പാന്റക്രേറ്റർ എന്ന പേര് 8 പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിൽ യേശുവിന് നൽകിയിട്ടുണ്ട്. പാന്റക്രേറ്റർ എന്നത് യേശുവിൻ്റെ മഹത്വത്തെയും അധികാരത്തെയും പ്രഭാവത്തെയും ഒക്കെ വെളിപ്പെടുത്തുന്ന ഒരു പ്രത്യേക വിശേഷണമാണ്. വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ട കാലത്തേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഭീകരമായ പീഡനത്തിൻ്റെ കാലമായിരുന്നു. വിശ്വാസികൾ നിരാശ ബാധിച്ച് തളർന്നു പോകാനിടയുള്ള സാഹചര്യം. അപ്പോൾ അവർക്ക് പ്രത്യാശയും ധൈര്യവും നൽകാനുള്ള വലിയൊരു നിയോഗമാണ് യോഹന്നാനിലൂടെ കർത്താവ് പകർന്നു നൽകുന്നത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രാപ്തരാക്കാനാണ് ഈ കൃതി രചിക്കപ്പെട്ടത്. അതിൽ ജയാളിയായ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തമായ ചിത്രം വിശ്വാസികൾക്ക് പ്രചോദനം നൽകുന്നതായിരുന്നു. ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ വായിക്കുന്നത് അങ്ങനെയാണ്. കർത്താവ് തൻ്റെ ജനത്തെ സഹായിക്കാനും കിരാത ഭരണത്തിൽ നിന്നും കരാളഹസ്തങ്ങളിൽ നിന്നും രക്ഷിക്കാനും ശക്തനാകുന്നു. എമിലിയാനോസ് മെത്രാപ്പോലിത്ത അദ്ദേഹം എഴുതുന്നു, ക്രിസ്തു വാഴുന്നു,
അവിടുന്ന് സിംഹാസനസ്ഥനാണ്. പ്രതിസന്ധികളിൽ കൂടി കടക്കുമ്പോഴെല്ലാം ദർശകന്മാർ ദൈവത്തിൻ്റെ സിംഹാസനം കാണുന്നതായി വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകൻ പ്രവാസത്തിൽ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനവും അതിൽ ഉപവിഷ്ടനായ ദൈവത്തെയും ദർശിച്ചു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ യെശയ്യാ പ്രവാചകൻ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു എന്ന് 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നു. യോഹന്നാൻ പത്മോസിൽ ദർശിക്കുന്നത് സിംഹാസനസ്ഥനായ ക്രിസ്തുവിനെയാണ്. അപ്പോൾ അധികാരവും ശക്തിയുമുള്ളവനായി യേശു ക്രിസ്തു വാഴുന്നതാണ് വിശ്വാസികൾക്ക് ധൈര്യം നൽകേണ്ടത്. താഴെ ഭൂമിയിൽ പീഡനങ്ങളും ഉപദ്രവങ്ങളും അരങ്ങേറുന്നു. മുകളിൽ രാജാധികാരം പ്രാപിച്ച സർവശക്തൻ പാൻഡോക്രാറ്റോർ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച ശബ്ദം, ഇവിടെ കയറി വരിക എന്ന് പറയുന്ന ശബ്ദം. യോഹന്നാൻ സാക്ഷീകരിക്കുന്ന ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും ഞാൻ കണ്ടു. അത് കർത്താവിൻ്റെ ചിത്രമാണ്. അവിടുന്ന് മഹത്വവും സ്തുതിയും ആരാധനയും സ്വീകരിക്കാൻ യോഗ്യനായി കാണപ്പെടുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ പറ്റി മറ്റൊരു ഭാഗത്ത് പറയുന്നത് അവിടുന്ന് പുതിയ ആകാശവും പുതിയ ഭൂമിയും നിർമ്മിക്കുന്നവൻ എന്നാണ്. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. അതുകൊണ്ട് ലോകത്തിലെ ഉപദ്രവങ്ങളും കഷ്ടതകളും തളർത്തിക്കളയേണ്ടതായിട്ടില്ല. സിംഹാസനത്തിൽ രാജാതിരാജാവും കർത്താവുമായി വാഴുന്ന യേശുക്രിസ്തുവിൻ ചിത്രം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് പുതുജീവനും ചൈതന്യവും ലഭിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ ഈ ചിത്രം നമ്മൾ കാണാതിരിക്കാൻ സാത്താൻ ചില മറകൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു. ഒന്ന് നിരാശ, മറ്റൊന്ന് നിരുത്സാഹം, വേറൊന്ന് അശുഭാപ്തി ചിന്തകൾ. ഒന്നും നേരെയാകില്ല, എവിടെയും തിന്മയുടെ കേളിരംഗമാണ്. ആത്മീയരെന്ന് പറയുന്നവരെ പോലും സാത്താൻ സ്വാധീനിച്ച് പ്രത്യാശയില്ലാത്തവരാക്കി തീർക്കും. എന്നാൽ കർത്താവ് അന്ത്യരാത്രിയിൽ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സർവശക്തനായ കർത്താവ്, അപരിമേയൻ, സർവാധികാരി, സമ്പൂർണ്ണ സ്നേഹവാൻ, സകലതും കരുതുന്നവൻ, ആ ദൈവകരങ്ങളിൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയന്ത്രണങ്ങളും സ്ഥിതി ചെയ്യുന്നു. ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കും ആശ്വാസവും പ്രത്യാശയും കണ്ടെത്താം. ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ ഈ കർത്താവ് തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ സമീപേ ഉണ്ട്. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മെ തന്നെ വീണ്ടും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പാൻഡോക്രാറ്ററായി കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച് ഇന്നത്തെ പകൽക്കാല ജീവിതത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. സർവശക്തനായി അവിടുന്ന് ഞങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ ശക്തീകരിപ്പാൻ മതിയായവനായി ഒപ്പമുണ്ടല്ലോ. ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളെല്ലാം മടങ്ങുന്ന അവിടുത്തെ സന്നിധിയിൽ ഏറ്റവും വിനയത്തോടും പ്രതീക്ഷയോടും കൂടെ അടിയങ്ങൾ അടുത്ത് വരുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ നിയന്ത്രിക്കുന്നവനും ഭരിക്കുന്നവനുമാകുന്നുവല്ലോ. ഞങ്ങളുടെ സമസ്ത ആവശ്യങ്ങളും ഞങ്ങളുടെ എല്ലാ ആശങ്കകളും ഞങ്ങളുടെ ഭയങ്ങളും നിരാശകളും എല്ലാം അവിടുത്തെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഭയരഹിതമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് ഒപ്പമുണ്ടായിരിക്കണമേ.
ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും നിർഭയത്വത്തിൻ്റെയും പുതിയ നാളുകൾ ദാനമായി നൽകണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സർവശക്തിയുള്ള കർത്താവിൻ്റെ കരുണയും കൃപയും കാവലും നാം എല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.